സിഖ് മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഗംബോധ് ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം യാത്രയപ്പ് നൽകുകയാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖരെല്ലാം തന്നെ ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. രാജ്യത്തെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് വാതിൽ തുറന്ന ധനകാര്യ വിദഗ്ധരും കോൺഗ്രസ് നേതാവുമായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട ചൊല്ലുകയാണ്. ഡൽഹി നിഗംബോധ് ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സിഖ് മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ACC ആസ്ഥാനത്ത് രാവിലെ 1 മണിക്കൂറോളം പൊതുദർശനത്തിന് ശേഷമാണ് വിലാപയാത്രയായി 11 കിലോമീറ്ററോളം അകലെയുള്ള നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. തുടർന്നാണ് ഈ ചടങ്ങുകൾ. അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനത്തിൽ ഉണ്ടായിരുന്നു. മറ്റു വാഹനത്തിൽ കേരളത്തിലുള്ള MP-മാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകളിലും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസ് നേതാക്കൾ, സഹപ്രവർത്തകർ പങ്കെടുക്കുന്നു. കേന്ദ്ര മന്ത്രിസഭയാകെ അവിടെ ഉണ്ട് എന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. സൈനിക മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉദ്യോഗസ്ഥർ അന്തിമോപചാരം അർപ്പിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രാമൊഴിയേകുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പിൻഗാമികളും. തൊണ്ണൂറ്റിരണ്ടാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. വ്യാഴാഴ്ച രാത്രി അന്ത്യം സംഭവിച്ചു എന്ന വിവരം ആശുപത്രിയിൽ നിന്ന് വന്നു. മരണസമയത്ത് ഭാര്യ ഗുർശരൺ കൗർ, മക്കളായ വീന്ദർ, ദമൻ, അമൃത് എന്നിവരും പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. സിഖ് മതത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കുന്നത് രാജ്യസഭയിൽ നിന്ന് തീർച്ചയായും 2 തവണയും പ്രധാനമന്ത്രിയായി വരുന്ന നേതാവും കൂടിയാണ്. ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന് പറയാം. റിസർവ് ബാങ്കിൻ്റെ തലപ്പത്തിരുന്നു. അതിനുശേഷം ധനകാര്യമന്ത്രി, 2 വട്ടം പ്രധാനമന്ത്രി. ഒരുപാട് സവിശേഷതകൾ 1970-കൾ മുതൽ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നായി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ ഉയർത്തപ്പെടുകയായിരുന്നു. 1970-കളിലും 80-കളിലും കേന്ദ്ര സർക്കാരിലെ ഉന്നത പദവികൾ അദ്ദേഹം വഹിച്ചു. കേന്ദ്ര വാണിജ്യമന്ത്രിയായിരുന്ന LN ശർമ്മ തൻ്റെ മന്ത്രാലയത്തെ ഉപദേശകനായി നിയമിച്ചതോടുകൂടിയാണ് അദ്ദേഹം ഈ മന്ത്രാലയത്തിലേക്ക്, ധനകാര്യ മന്ത്രാലയത്തിലേക്ക് കൂടുതൽ സജീവമായി എത്തുന്നത്. 1972 മുതൽ 76 വരെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്,
1982 മുതൽ 85 വരെ RBIയുടെ ഗവർണർ, റിസർവ് ബാങ്കിൻ്റെ ഗവർണർ. 1985 മുതൽ 1987 വരെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ. രാഷ്ട്രീയത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായ 1991 എൻട്രി എങ്കിലും അതിനു മുൻപ് തന്നെ ഭരണരംഗത്ത് വളരെ പ്രധാനപ്പെട്ട പദവികൾ, റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, സുപ്രധാനമായ പദവികൾ. എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സാമ്പത്തിക ആസൂത്രണം, രാജ്യത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യത്തിൽ നല്ല അവഗാഹം നേടിയിട്ടുള്ള നേതാവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിക്ക് ഒരു പകരക്കാരനായിട്ട് ആ സമയത്ത് എത്തുകയും കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അത്തരമൊരു സാഹചര്യത്തിൽ മറ്റൊരാളായിരുന്നു എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ കലുഷിതമായി മാറിയേനെ. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുകയും സോണിയാഗാന്ധിയുടെ തന്നെ ഒരു ഏറ്റവും നല്ലൊരു മെൻറ്ററായി മാറാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 1987 രാജ്യം പത്മവിഭൂഷൺ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൻട്രിക്ക് മുൻപ് 1987 തന്നെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അത് സാമ്പത്തിക ആസൂത്രണ രംഗത്തെ അദ്ദേഹത്തിൻ്റെ മികവ് പരിഗണിച്ചുകൊണ്ടാണ് രാജ്യം അദ്ദേഹത്തിന് ഇത്തരമൊരു പദവി നൽകി ആദരിച്ചത്. വിവിധ ബഹുമതികൾ, നിരവധി പുസ്തകങ്ങൾ, ഒട്ടേറെ പ്രബന്ധങ്ങൾ, സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയങ്ങളായ ഒട്ടേറെ പ്രബന്ധങ്ങളൊക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേതായി. അതിലെല്ലാം ഉപരി ലോക നേതാക്കളുമായി അദ്ദേഹം അന്ന് പുലർത്തിയിരുന്ന ബന്ധം, പ്രത്യേകിച്ച് അമേരിക്കയുമായി അദ്ദേഹം US-മായി നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങൾ, ആ ബന്ധങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമായി തീർന്നു എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളോടെല്ലാം തന്നെ അദ്ദേഹം പുലർത്തിയിരുന്ന സമീപനങ്ങൾ ഒരുപക്ഷെ ചേരിചേരാ നയത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി വളരെ കൃത്യമായി അതെല്ലാം നടപ്പാക്കിക്കൊണ്ടു പോകുന്നതും നമ്മൾ കണ്ടു. വിദേശ ബന്ധങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച അച്ചടക്കം ശ്രദ്ധേയമാണ്. സാമ്പത്തിക അച്ചടക്കം പോലെ തന്നെയായിരുന്നു അത്.